ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യലായിട്ട് റോസ്മേരി ചിക്കനാണ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് വേറെന്താ കുഴപ്പമല്ലാണല്ലോ കാണിക്കുന്നത്. റോസ്മേരി ചിക്കൻ വായിൽ കുടുങ്ങി ഞാൻ എന്റെ റോസ്മേരി ചിക്കൻ കഴിച്ചിട്ട് ലാഫിംഗ് തെറാപ്പി എങ്ങനെയാണോ സംഭവിച്ചത് സംശയം. സോറി പ്രേക്ഷകരെ, ഫെയിലിയർ ആയ ഒരേ ഒരു സാധനമേ ഉള്ളൂ കേട്ടോ, ബറോട്ട. അതിങ്ങനെ അടിക്കും തിരിച്ചിങ്ങോട്ട് വരും, വീണ്ടും അടിക്കും തിരിച്ചിങ്ങോട്ട് വരും. സോറി പ്രേക്ഷകർ, ഞാൻ ഈ സംസാരത്തിലിടെ ബട്ടറല്ല സോറി ചീസ് വെക്കാൻ മറന്നുപോയി. ഒരു ഫാഷൻ ഷോയുടെ ഒരു സാധനം തന്നു, അത് ഭയങ്കര വൈറലാണ്. ഫാഷൻ ഷോ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരാളാണ്, FTVയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം എങ്ങനെയാണ്. ഞാനത് അവിടെ വെറുതെ അതൊരു മാനറിസം ഇട്ടതാണ്. ഞാൻ എൻ്റെ ഗെയിമായിരുന്നു അത് അങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അത് ഹിറ്റായി. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു തരാന്നറിയോ, എൻ്റെ ഇളയ മോള അമ്മ ചെന്ന് അടി കുടിക്കണം. ഞാൻ പറഞ്ഞു നീ കൊള്ളാല്ല. കുറേ സ്ഥലത്ത് പ്രതികരിക്കണമായിരുന്നു, യമൻ അത് പ്രതികരിക്കാതെ പോയതാണ് യമനിക്ക് പറ്റിയ ഫോൾട്ട്. ഞാൻ പൊതുവെ ലൈഫിൽ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷം പിന്നെ ഞാൻ അങ്ങോട്ടൊരു പൊട്ടിത്തെറിയുണ്ട്. ആ പൊട്ടിത്തെറി പക്ഷെ ആർക്കും താങ്ങാൻ പറ്റില്ല. ഞാനൊരു സൊസൈറ്റിയിലെ ഒരു വിഭാഗം ആളുകളെ റെപ്രസെൻറ്റ് ചെയ്ത് കൊണ്ട് തന്നെയാണ് ഞാൻ കയറിയത് അതിനകത്ത്. വിവാഹം കഴിഞ്ഞപ്പോഴും ദേവേട്ടനുമായിട്ടുള്ള ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതും എടുക്കുന്നതും കുട്ടികളുമായിട്ടുള്ള ഇതൊക്കെ ഞാൻ കാണിച്ചത് ഈ കുറേ പേർക്കൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനിയും നമുക്ക് ജീവിക്കാൻ അവസരമുണ്ട്. ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞാനൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട്ടിലാണ് നിൽക്കുന്നത്. ഇത് ആരുടെ വീടാണെന്ന് ചോദിച്ചാൽ ചിലർക്കൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, നമ്മുടെ യമുന ചേച്ചിയുടെ വീടാണ്. സോ അപ്പോൾ ചേച്ചി നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി പരിപാടികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ചേച്ചിനെ നമുക്ക് പരിചയപ്പെടാം. കമാൺ, പരിചയപ്പെടാം ഞാൻ പറയില്ല, കാരണം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ആളാണ് യമുന ചേച്ചി. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സോ നമുക്ക് കുറേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ നമുക്ക് ഇന്ന് ഉണ്ട് അല്ലേ. അതിൽ ആദ്യത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ബിഗ് ബോസ് ഇപ്പൊ ചേച്ചി ഇറങ്ങിയതുകൊണ്ട് എല്ലാവരും വിചാരിക്കും നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് മറ്റേ ചർച്ച ചെയ്യാനായിരിക്കും വന്നേക്കുന്നത്. പക്ഷെ അത് എല്ലാവരും വിചാരിക്കുന്ന പോലെ ആ ഒരു വിചാരങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഷീസ് കുക്കിംഗ് ഗൈസ്, ലൈക്ക് ലിറ്ററലി ഷീസ് കുക്കിംഗ്. വളരെ ദൂരെ നിന്ന് വണ്ടിയൊക്കെ ഓടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെ ഇവിടെ വരെ എത്തി. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഉണ്ടാക്കി ഇങ്ങനെ ആളുകൾക്ക് കൊടുത്തിട്ട് അവരത് കഴിച്ചിട്ട് സൂപ്പർ എന്ന് പറയുന്ന കേൾക്കാൻ ഭയങ്കര ആത്മസംതൃപ്തി. അതെനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് ചേച്ചി നമുക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ? ഇന്ന് സാധാരണ ഞാൻ ചെയ്യുന്നതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാം, നമ്മൾ വീടുകളിൽ സ്ഥിരം ചെയ്യുന്നതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യലായിട്ട് റോസ്മേരി ചിക്കനാണ് ചെയ്യുന്നത്. റോസ്മേരി ചിക്കൻ പിന്നെ വെജിറ്റബിൾ സാലഡും. ഓക്കെ, കാരണം ഇച്ചിരി തടികളുണ്ടെന്ന് തടി ഉറപ്പിക്കാൻ എനിക്ക് തടിയൊക്കെ ഉണ്ട്, അവിടെ ഇച്ചിരി കുറയ്ക്കണമെന്ന് തോന്നി. കുറച്ച് ഡയറ്റൊക്കെ ഒന്ന് നോക്കി നല്ല സാധനങ്ങളൊക്കെ പ്രോട്ടീൻ ഫുഡ്, ഹെൽത്തി ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്ര ദിവസം നടക്കുമെന്ന് അറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം ചേച്ചി എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? അതിനാവശ്യമുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. അത് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് പുരട്ടി ഞാൻ വെച്ചു. ഒരു 1 hour-ആയി ഇരിക്കുക. ഇത് നല്ല മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബട്ടർ വേണം, ഒരു നാരങ്ങ, ഇത് ചീസ്. ഓക്കെ, പിന്നെ ജിഞ്ചർ ഗാർലിക്കിന്റെ പൗഡറാണ്. ഇതാണ് റോസ്മേരി. ഇവിടെ ശരിക്കും റോസ്മേരി ചെടി ഉണ്ടായിരുന്നു. ഉണ്ട്. ഇപ്പൊ പക്ഷെ മഴ വന്നപ്പോഴത്തേക്ക് ഒന്ന് ഇതായി, പക്ഷെ അത് കിളിക്കും. അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പിച്ചി അങ്ങനെ നമ്മളിപ്പോ കറിവേപ്പിലയൊക്കെ പറിച്ചെടുക്കുന്ന പോലെ പോയി പറിച്ചെടുത്തോണ്ട് വന്ന റോസ്മേരിയൊക്കെ എടുക്കുന്നത്. ഇത് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഇത് സാലഡ്, നമ്മളെ വെജിറ്റബിൾ സാലഡ്, അതിനുവേണ്ടി സോയ സോസ്, പിന്നെ ചില്ലി സോസ്, ഒലിവ് ഓയിൽ, പിന്നെ ഇത് വെജിറ്റബിൾസ്. ഇത്രയൊക്കെ ഉള്ളു, സിമ്പിളാണ്. നമുക്ക് നമുക്ക് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി. അപ്പം നമുക്ക് അടുപ്പം അങ്ങോട്ട് കത്തിക്കാം. ഓക്കെ, ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഐശ്വര്യമായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ ബിഗ് ബോസിൽ ചെന്നിട്ട് ഫസ്റ്റ് ഡേ രാവിലെ ചായ ഇടാൻ വേണ്ടി ഐശ്വര്യമായിട്ട് ഗ്യാസ് കത്തിച്ച് പാലങ്ങോട്ട് വെച്ചു. രതീഷ് എൻ്റെ അടുത്ത് ഒന്ന് ഉടക്കാൻ നിന്നു. എന്താണെന്നറിയാം, ചേച്ചി പാല് കാച്ചി, നമ്മൾ ആദ്യം പാല് കാച്ചുകയാണ്. ആ പാലിലെടുത്ത് ആദ്യം തിളച്ച് വരുമ്പോൾ തന്നെ അടുപ്പിലേക്ക് ഒഴിച്ച് അടുപ്പണക്കുക. ഞാൻ പറഞ്ഞു ഗ്യാസ് അടുപ്പ് ഞാൻ അടയ്ക്കൂല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് അടികൂടിയങ്ങള് ഐശ്വര്യമായിട്ട് തുടങ്ങാന്ന് പറഞ്ഞിട്ട് അതായിരുന്നു അല്ലേ.
അപ്പൊ ഐശ്വര്യം കേൾക്കുമ്പോ പക്ഷെ പാവട്ടെ ശരിക്കും ആക്ച്വലി നമ്മള് ഈ പുറത്തു നിന്ന് കാണുന്നത് എല്ലാരും പാവങ്ങളാണ്. പിന്നെ ഇത് ഗെയിമിന്റെ ഭാഗമായിട്ടൊക്കെ അവിടെ കാട്ടിക്കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ബട്ടറാണ് ആദ്യം ആവശ്യം. ഓക്കെ. അപ്പൊ ചേച്ചി എന്തായാലും കുക്കിങ്ങില് അത്യാവശ്യം കിങ് ആണെന്നുള്ളത് നമുക്ക് ബിഗ് ബോസിൽ മനസ്സിലായിരുന്നു. ആണോ? ആ. പക്ഷേ ചേച്ചി ഉണ്ടായ സമയത്ത് മെയിൻ ആയിട്ട് അവിടുത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ ചേച്ചിയല്ലേ ഹാൻഡിൽ ചെയ്തോ? അതെ, തീർച്ചയായിട്ടും പെട്ടെന്ന് കഴിയുകയും ചെയ്യുമായിരുന്നല്ലോ. അതെ. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ അവിടെ എല്ലാവർക്കും വേണ്ടിട്ട്? അങ്ങനെയില്ല, പക്ഷെ നമ്മളെ എന്താ പറയുക ആ സമയത്ത് ഈ പിന്നീട് അങ്ങോട്ട് യൂസ് ചെയ്യുന്ന പോലൊക്കെ തോന്നിയപ്പോ എനിക്ക് ഇച്ചിരി ഒരു അത് ഗെയിമിന്റെ ഭാഗമായിട്ട് അവരെന്നെ ട്രിഗർ ചെയ്യാൻ ചെയ്തതാണ്. അപ്പം ഞാനും ഗെയിം കളിക്കണ്ടേ, അപ്പോഴും ഞാനും ഗെയിം കളിച്ചു. എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാത്തവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണ്ടേ നമ്മള്. സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് ഈ കുക്കിംഗ് പരിപാടിയിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആകുമ്പോഴേ നമുക്ക് ഗെയിമിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടോ? എനിക്ക് ഒന്നാമത്തെ കാര്യം ഗെയിമൊന്നും അറിയാതെ അങ്ങനെ പോയ ഒരാളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് ഞാൻ എന്താ പറയുക നമ്മൾ എന്താണോ അതിനെ സൊസൈറ്റിക്ക് മുന്നിൽ അല്ലെ സമൂഹത്തിന്റെ മുന്നിലേക്ക് നമ്മളായിട്ട് തന്നെ കാണിക്കുക. ഞാൻ എന്താണെന്ന് കുറച്ചൊക്കെ അറിയാം, ഞാൻ കുറേയൊക്കെ ഓപ്പൺ അപ്പ് ആണ് ഇന്റർവ്യൂസിലൂടെ ഒക്കെ. എന്നാൽ കൂടിയും നമ്മൾ ഇത് ബട്ടർ ഒന്ന് ഇതായി അതിലേക്ക് നമുക്ക് ഇടാം. ഓക്കെ. എന്നാൽ കൂടിയും ആ ഷോയിൽ കുറച്ചുകൂടെ നമ്മൾ എന്താന്ന് കാണിക്കുക എന്നുള്ളൊരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ചേച്ചി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാനിങ് പരിപാടി ഒന്നും ഇല്ലാണ്ടാണ് പോയതല്ലേ? സത്യസന്ധമായി. ഈ പോകുന്നതിന് മുമ്പ് ആരെങ്കിലും കുറച്ച് നാരങ്ങേ നമുക്കൊന്ന് എൻ്റെ തൊലി ഇത്തിരി പോലെ നമ്മുടെ മെയിൻ സാധനം കയ്യിലേക്ക് എടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ച് ഇങ്ങനെ ഒന്ന് ആക്കുക. തീ നമുക്ക് സിമ്മിലിടാം. ഓക്കെ. അപ്പൊ ഈ പോകുന്നതിന് മുമ്പേ ആരെങ്കിലും പൊന്നു ചേച്ചി വേണ്ട എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ആരുടെ പോകുന്നതിനും പറഞ്ഞില്ല. കാരണം ഞാൻ പോകുന്നതിന് ഒരു 3-4 ദിവസം മുന്നെയാണ് എനിക്ക് കൺഫേം ആയിട്ടൊരു ഇത് കിട്ടുന്നത് അവിടെ നിന്ന്. അപ്പം ഞാൻ അത് കാരണം അങ്ങനെ ആരുമായിട്ട് പോകുന്ന കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇല്ല. പിന്നെ വീട്ടിൽ അറിയായിരുന്നു. പിന്നെ ദേവേണ്ട സിസ്റ്ററും ഒക്കെ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു ചിലപ്പം പോകുമായിരിക്കും. കാരണം ഞാൻ പോകുമ്പോൾ വീട്ടിലേക്ക് പിന്നെ സിസ്റ്ററൊക്കെ വന്ന് നിൽക്കണ്ടേ, വേറെ ആരുമില്ല, മക്കളും ചേട്ടനും മാത്രമല്ലേ ഉള്ളൂ. സിസ്റ്ററൊക്കെ എല്ലാ സീസണും കുത്തിയിരുന്ന് കാണുന്ന ആൾക്കാരാണ്. അപ്പം അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, സിസ്റ്ററുടെ പേര് സിന്ധു എന്നാ. സിന്ധു പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ചേട്ടത്തി പോവാണെങ്കിൽ അടി കൂടണം അവിടെ. ചേട്ടത്തിയെ കൊണ്ട് അത് പറ്റൂല. ചേട്ടത്തിയുടെ ഈ മിണ്ടാതിരിക്കുന്ന സ്വഭാവം ഒന്നും അവിടെ പറ്റൂല. അവിടെ സംസാരിക്കണം നന്നായിട്ട്. ഇങ്ങനെ അതിങ്ങനെ പറഞ്ഞു. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നെ പോകാൻ കൺഫേം ആയി കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു തരാന്ന് പറയും. എൻ്റെ ഇളയ മോള ആഷ്മിയാണ്. അവള് ഇതിന്റെ ഒരു ഭയങ്കര ഫാനാണ്. ആളിപ്പോൾ 10th ഉള്ളൂ. പക്ഷെ 3-4 വർഷമായിട്ടും സ്കൂളിലൊക്കെ പോയിട്ട് വന്നില്ല. ഇത് ഈ സീസൺ നമ്മുടെ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് രാത്രിയാകുമ്പം കുത്തിയിരുന്ന് കാണും. അപ്പോഴും ഞാൻ പറയും ഇത് എന്തോന്ന് ഇത് പഠിക്കുന്ന നേരത്തെ ഇരുന്നൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവള് ശനി ഞായറൊക്കെ ഇരിക്കുന്ന ദിവസമൊക്കെ ഇരുന്ന് കാണുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം അപ്പോൾ ഇതെന്താണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ചെന്ന് അടി കുടിക്കണം. ഞാൻ പറഞ്ഞു നീ കൊള്ളാല്ല ആള്. അമ്മ പോയി നല്ല പോലൊക്കെ നിന്നിട്ടൊക്കെ തിരിച്ചു വന്നല്ല. അമ്മ പോയി അടി അമ്മ ചുമ്മാ അടി കൂടണം. ഞാൻ പറഞ്ഞു ആശ്വി എന്തേ പറഞ്ഞു, അവിടെ അങ്ങനെയാണ്, അതാണ് ബിഗ് ബോസ്. അപ്പൊ ഇത് കൊള്ളാല്. ഞാൻ പറഞ്ഞു പിന്നെ അടികൂടാ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ നിങ്ങളെ എങ്ങനെയാണോ അത് തന്നെയാണ്. അതേപോലെ പോയി ഞാൻ നിൽക്കും. അതല്ലാതെ പ്രത്യേകിച്ച് വേറെ ആരുടെടുത്തും ഒന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒന്നും ഇതിനെക്കുറിച്ച് ഭയങ്കര സ്റ്റഡി ഒന്നും നടത്തിയിട്ടില്ല. ഈ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേ എല്ലാരും പറഞ്ഞ മെയിൻ ഒരു പോയിന്റ് എന്തായിരുന്നു? കുറെ സ്ഥലത്ത് പ്രതികരിക്കണമായിരുന്നു. യമുന അത് പ്രതികരിക്കാതെ പോയതാണ് യമുനയ്ക്ക് പറ്റിയ ഫോൾട്ട്. പിന്നെ എൻ്റെ അടുത്ത് ദേവേട്ടൻ പോയപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ നീ എന്താണോ ബി യുവർ സെൽഫ്, വേറെ ഒന്നും നീ നോക്കരുത്. പക്ഷെ എന്നെയൊക്കെ ഇപ്പോൾ പബ്ലിക്ക് കാണുമ്പോൾ നമ്മളിൽ നിന്ന് കുറേയൊക്കെ എന്തെങ്കിലും ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. നമ്മളൊരു സൊസൈറ്റി, ഞാൻ പ്രത്യേകിച്ച് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ സ്ഥിരം മാർക്കറ്റിൽ പോവുകയും ഷോ എല്ലായിടവും ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകും, ഓട്ടോയിൽ പോകാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ എല്ലാവരുമായിട്ട് അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പം അവർ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഇതുണ്ടാവും, എവിടെയൊക്കെ പ്രതികരിക്കണം ചില കാര്യങ്ങൾ. അപ്പം അത് ഞാൻ ചെയ്യാത്തതിലുള്ളൊരു ഇതെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതിൽ വിഷമം തോന്നിയോ ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് ഓർത്തിട്ട്? ഇല്ല, വിഷമമല്ല. എനിക്കറിയായിരുന്നു ഞാൻ അവിടെ പ്രതികരിക്കേണ്ടതാണെന്നൊക്കെ ചില സമയത്ത് തോന്നി. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഇടയ്ക്കുണ്ടായി ഒരു 3rd വീക്കിൽ. പവർ റൂമിലായിരുന്നപ്പോൾ
ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ അവിടെ നിന്നു. പക്ഷെ ഒന്ന് ഞാൻ കുറച്ച് മനുഷ്യത്വത്തിനൊരു പരിഗണന കുറച്ച് കൂടുതൽ കൊടുക്കുന്ന ഒരാളാണ് എല്ലാ കാര്യത്തിലും. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പവർ റൂമിൽ നിന്നപ്പോൾ പോലും കാര്യങ്ങൾ ചെയ്തതൊക്കെ. പിന്നെ വെറുതെ പോയിട്ട് ഇങ്ങനെ ബഹളം വെച്ചും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ അത് അങ്ങനെയല്ല. ഞാൻ വളരെ സ്നേഹത്തോടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ആ ഒരു രീതിയിലാണ് ഞാൻ പവർ റൂമിൽ നിന്നപ്പോഴും ഞാൻ കാര്യങ്ങൾ ചെയ്യിച്ചു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും ഈ പറഞ്ഞ കണക്ക് പ്രതികരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ എൻ്റെ കൺമുന്നിൽ കണ്ടപ്പോഴും ഇവരോടൊക്കെ എങ്ങനെ ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളൊരു ഇതാണ് എനിക്ക് വന്നത് തോട്ട്. ഇപ്പം നമ്മുടെ മക്കടുത്താണെങ്കിൽ എനിക്ക് അടി കൊടുക്കാം, എനിക്ക് അതിനുള്ള അധികാരമുണ്ട്, റൈറ്റ് ഉണ്ട്. പക്ഷെ ഒരു വേറൊരിടത്ത് നമുക്ക് വേറൊരാളെ അത് അങ്ങനത്തെ റൈറ്റ്സ് ഇല്ല. അപ്പോൾ ഏത് രീതിയിലാണ് അവിടെ അപ്പം പ്രതികരിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജ് എനിക്ക് ഒരു 3rd വീക്ക് ഉണ്ടായിരുന്നു. അത് സത്യമാണ്. അതാണ് ഞാൻ കുറച്ച് സൈലൻ്റ് ആയി പോയത്. ഇത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പൊടിയാണേ. ഓക്കെ, അത് ആഡ് ചെയ്യണം. അത് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുവാണോ? അവിടെ ശരിക്കും ചേച്ചി നമ്മളവിടെ ഒരു വീടാണല്ലോ. അപ്പൊ അവിടെ ഞാൻ അതിനെ വീടായിട്ട് തന്നെ ആട്ടോ കണ്ടേ. ഞാൻ രാവിലെ എണ്ണിച്ച് എൻ്റെ വീട്ടിലെ പോലെ തന്നെ കുളിച്ച് വൃത്തിയായി രാവിലെ വന്ന് എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോൾ അവിടെ ചായ റെഡിയായിരുന്നു. ഞാൻ വരുമ്പോൾ എഴുന്നേറ്റ് ഓരോരുത്തരും വരുമ്പോഴും കിച്ചണിൽ ചായ റെഡിയാക്കി അവിടെ വയ്ക്കുമായിരുന്നു. അത് സുരേഷ് ഏട്ടൻ പോകുന്നതിന് മുമ്പേ അത് പറഞ്ഞു. എനിക്ക് രാവിലെ ആ ചായ കറക്റ്റ് അവനെ അത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതെനിക്ക് കിട്ടുമായിരുന്നു എന്ന് പുള്ളി പറയുകയും ചെയ്തു. നമ്മളെ വീട്ടിൽ അങ്ങനെയാണ്, രാവിലെ എഴുന്നേറ്റ് ഞാൻ അങ്ങനെയാണ്. അത് തന്നെ ഞാൻ അവിടെ ചെയ്തു. കുറച്ച് ബട്ടർ. അപ്പോൾ ഈ ബട്ടർ ആഡ് ചെയ്യണം. ആക്ച്വലി ബട്ടർ നല്ലതാട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ എൻ്റെ ഹെൽത്തിൻ്റെ അല്ലെ സൗന്ദര്യത്തിൻ്റെ ഒക്കെ രഹസ്യം എന്നൊക്കെ. ഞാൻ കൂടുതൽ ബട്ടറും നെയ്യൊക്കെ യൂസ് ചെയ്യും കുക്കിങ്ങിൽ. നെയ്യ് വെറുതെ കഴിക്കും ഞാൻ. പണ്ടൊക്കെ രാവിലെ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ നെയ്യ് ഒരു സ്പൂൺ ഒഴിച്ച് കുടിക്കുവായിരുന്നു. ഇപ്പോഴും അതുകൊണ്ട് നെയ്യ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യ് തേക്കുമ്പോൾ 2 സ്പൂൺ അകത്തും ആക്കും. ബട്ടറും ഇഷ്ടമാണ്, കഴിക്കും. ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഈ വർക്കിനൊക്കെ പോകുമ്പം എങ്ങനെയാ ലൈക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്? ശരിക്കും ഒരു 3-4 വർഷം മുന്നേക്കെ ഞാൻ രാവിലെ വെജിറ്റബിൾസ് കൂടെ ഒന്ന് ഇടട്ടെ. ഞാൻ രാവിലെ 4 മണിക്ക് വീട്ടിലെണ്ണിട്ട് കുക്കിംഗ് എല്ലാം ചെയ്ത് കുട്ടികൾക്ക് വേണമെന്നതെല്ലാം വീട്ടിലെല്ലാം ആക്കി വെച്ചിട്ടാണ് 7 മണിക്ക് ഞാൻ ഷൂട്ടിന് പോകുന്നത്. അത് 32 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഡെയിലി ഷൂട്ടിന് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഷൂട്ടിന് പോകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അങ്ങനെയാണ്. പിന്നെ സെർവൻ്റ് ഉണ്ട്, വന്ന് പോകും. ഞാൻ ഇല്ലെങ്കിൽ വന്ന് ഇച്ചിരി ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഒരുപാട് ഇട്ട് ചൂടാക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ തന്നെ ഇടാം നമുക്ക്. ഇതെന്തൊക്കെയാണെന്നറിയോ? എന്തത്? സാലഡ്, വെള്ളരി, ക്യാരറ്റ്, ക്യാപ്സിക്കം. അതിങ്ങനെ സോട്ടേ ചെയ്തെടുക്കാൻ. ഞാൻ എന്തൊക്കെയോ വാക്കൊക്കെ പറഞ്ഞില്ല. സത്യം പറഞ്ഞ കുക്കിയെ കുറിച്ച് ധാരണയില്ല. അവിടുന്ന് കേട്ടിട്ട് ദേവേട്ടൻ കേട്ട ഇപ്പം എനിക്കറിയില്ല. കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാൻ വേണ്ടി പിടിച്ചിരുത്തി 1/2 മണിക്കൂർ എന്നെ ക്ലാസ് എടുക്കും. അപ്പൊ ഞാൻ വലിയ പാടാ സത്യം. ഒരു കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ വഴക്ക് പറയും. അപ്പം ഞാൻ പറയും ഞാനൊരു ഉസ്മാനി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത ഡിഗ്രിയാ, ഞങ്ങളുടെ ഇവിടെയൊക്കെ എങ്ങനെയാ പറയുന്നത്. അതെ, നമ്മളിങ്ങനെയൊക്കെയാണ് പറയുക. പറയും. എന്തായാലും പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അത് മതിയെന്ന് പറയും. അതായത് ബീൻസും ഉണ്ട്. ബീൻസ്, ക്യാരറ്റ്, പിന്നെ വെള്ളരിക്ക, ക്യാപ്സിക്കം. തിരി ഡയറ്റൊക്കെ നോക്കും നല്ലപോലെ. ഹെൽത്ത് കോൺഷ്യസ് ആണോ? ആണെന്ന് വേണേ പറയാം. എന്നൊക്കെ ചുമ്മാ പറയാനേ ഉള്ളൂ. അതെ, അങ്ങനെ. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര അങ്ങനെ വാരി വലിച്ച് കഴിപ്പൊന്നുമില്ല. പക്ഷെ ഇഷ്ടമുള്ള ആഹാരം എല്ലാം കഴിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറും, ഉച്ചയ്ക്ക് ചോറും മീൻകറിയും. ഈ വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ എപ്പോഴും ഇൻകോപ്പറേറ്റ് ചെയ്യോ? വെജിറ്റബിൾ എനിക്ക് വേണം. ബിഗ് ബോസിൽ പോയ സമയത്ത് അവിടെ എപ്പോഴും നമ്മുടെ എല്ലാ സീസണിലും കാണുന്നതാണ് ഈ ഫുഡിന്റെ പേരിൽ ഒരു വലിയൊരു പ്രശ്നം എല്ലാ സീസണിലും ഉണ്ടാവും. മുട്ടയുടെ പ്രശ്നം, അങ്ങനെ ഓരോ സീസണിലും ഓരോന്നാണ്.
ഈ സീസണിൽ അങ്ങനെ എന്തെങ്കിലും ഫുഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു? ഫുഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്രാവശ്യം കൂടുതലും ഞാൻ വരുന്നവരെയും പവർ റൂമിനായിരുന്നല്ലോ അധികാരം. അതെ അതെ. ഫുഡ് സെലക്ട് ചെയ്യുക, നമ്മളെ ഈ റേഷൻ സെലക്ട് ചെയ്യാന്നുള്ള. അപ്പൊ ഞാൻ മൂന്നാമത്തെ വീക്കിൽ പവർ റൂമിൽ കയറിയത് നമ്മുടെ ജിൻഡോയും രസ്മിനുമാണല്ലോ. അപ്പോൾ ഈ റേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ജിൻഡോ 10 കിലോ ചിക്കൻ, 5 കിലോ കേക്ക് എന്തൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം. അപ്പൊ ഈ ചിക്കനൊക്കെ പറയുമ്പോൾ ചിക്കൻ ആവശ്യമുള്ള ബാക്കി സാധനം ഒന്നും പറഞ്ഞില്ല. ചിക്കൻ മാത്രം 10 കിലോ. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ? ഞാൻ കുക്കിംഗ് ടീമിൽ ആ സമയത്തുണ്ട്. ഞാൻ മനസ്സിൽ അത് വേണ്ടി അതിന് ചേർക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയില്ല എന്ത് വേണം ഒരു സാധനത്തിന്. അപ്പൊ ഞാൻ ഇങ്ങനായിപ്പോയി. അത് പക്ഷെ ആ ക്വാണ്ടിറ്റി ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ അതൊരു ചിക്കൻ 10 കിലോ എന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റെ അമ്മ 10 കിലോ ചിരി വന്നു എനിക്ക്. പിന്നെ അതൊക്കെ ഒരു ഫണ്ണ് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഒരു ഫണ്ണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ആ ബിഗ് ബോസ് കിച്ചൺ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഇതൊക്കെ ഉണ്ട്. പിന്നെ അത് ശരി. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. ഞാൻ ഈ 19-20 പേർക്കും കുക്ക് ചെയ്യാനൊന്നും എനിക്ക് പ്രോബ്ലം ഇല്ല. ഞാൻ അവിടെ നിന്ന് ചെയ്യും. പക്ഷെ ഈ കുട്ടികൾക്ക് റെസ്പെക്റ്റ് ഇല്ലാത്ത പോലത്തെ ഒരു രീതി കണ്ടപ്പോഴാണ് എനിക്കൊരു വിഷമം വന്നത്. അതിപ്പോൾ എന്നോടൊന്നല്ല, ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ മുതിർന്നവരോട്. ഇപ്പം ഞാൻ എന്നെക്കാൾ മുതിർന്നവരോടുള്ള ഇതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ നല്ല പ്രായമായ ആൾക്കാരെ കണ്ടാൽ ഞാൻ ശരിക്കും കാല് തൊട്ട് വരാറുണ്ട്. ഞാൻ ചെയ്യാറുണ്ടല്ലോ. സീരിയസ് ദേവേട്ട വരുമ്പോൾ ചോദിച്ചാൽ മതി, അവളപ്പം കമന്ന് വീഴുന്നു. അപ്പം അത് ഞാനത് ചെയ്യാറുണ്ട്. അപ്പം എല്ലാവരും അത് ചെയ്യണമെന്നില്ല. പക്ഷേ അത്രേ ഉള്ളൂ. പക്ഷെ അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മളെക്കാളും കുറച്ച് മുതിർന്നവരോട് ഒരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളൊരിതുണ്ടല്ലോ, വാക്കുകളിലൂടെയും പെരുമാറ്റത്തിലൂടെ എന്ന് പറയുന്ന ഒരു രീതി. അല്ല കാല് തൊട്ട് വീഴാന്നുള്ളതല്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പം ആ ഒരിത് സംസാരത്തിലൊക്കെ ഒരു ഇതായപ്പോൾ എനിക്കൊരു വിഷമം തോന്നിയായിരുന്നു. ഇപ്പം നമ്മുടെ മക്കളായാലും പാമി ആശ്വിയൊക്കെ എന്തെങ്കിലും ഇതായിട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിങ്ങനെ കുറച്ചുകൂടി ഇതായിട്ട് ചിന്തിക്കും. ഇവരിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി പോകുമ്പം അവരുടെ ആളുകളോടുള്ള സമീപനം ഞാൻ എപ്പോഴും പറയും, എല്ലാവരോടും ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം മസ്റ്റായിട്ട് വേണം. അതല്ലാതെ അഹങ്കരിക്കരുത് എന്നൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം കണ്ടുവന്ന ഒരാളാണ്. എല്ലാം 10, 16, 17 വയസ്സ് തൊട്ട് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്ന ജോലിയൊക്കെ പോയിട്ട് ആ ഒരു നമ്മൾ വേറൊരു അവസ്ഥയിലേക്ക് വന്നതും അവിടുന്ന് പിന്നെ നമ്മൾ കയറി വന്നതും, അമ്മ ഒരു വർഷം തളർന്നു കിടന്നിട്ടുണ്ട് നടുവിന് പ്രശ്നമായിട്ടൊക്കെ, ബെഡ് റിഡൺ ആയിരുന്നു. ആ സമയത്ത് ഞാൻ അടുക്കള കാണാത്ത ഞാൻ കിച്ചണിൽ കയറിയ ഒരാളാണ്. അന്നും എൻ്റെ അങ്കിള് വന്നപ്പോൾ ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ തന്നെ കിടന്നുകൊണ്ട് പറഞ്ഞു, അയ്യോ അവളെ കൊണ്ട് ചായ ഇടിക്കല്ലേ, കുടിക്കാൻ പറ്റൂല. അപ്പോൾ ജിൻഡോ ഈ ചായ കേസ് വന്നപ്പോൾ ഞാൻ അത് ആലോചിച്ചു. അപ്പം എൻ്റെ അങ്കിള് പറഞ്ഞു, കുഴപ്പമില്ല അവൾ ചായ ഇടട്ടെ, ഞാനത് കുടിച്ചോളാം. സത്യം പറഞ്ഞാൽ കരിക്കട്ട കളറിലിരുന്നു ആദ്യത്തിൻ്റെ ചായ. അത് കുടിച്ചു, എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട്. അപ്പം അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം ജീവിതത്തിൽ കണ്ടും കേട്ടും പഠിച്ചും അനുഭവിച്ചും അങ്ങനെ വന്നൊരാളാണ് ഞാൻ. അപ്പം നമുക്കറിയാം ലൈഫ് എന്താണ്. ഇതൊന്നും അല്ല ലൈഫ്, ഇനിയും ഒരുപാടുണ്ട്. കുട്ടികൾക്കൊക്കെ ലൈഫ് ഒന്ന് ചിന്തിച്ചിട്ട് നമ്മളിപ്പം മനസ്സിലിങ്ങനെ ആലോചിക്കും, ഇതിനൊന്നും നമ്മൾ കൂടുതൽ ഇത് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ. ഇപ്പം നമ്മുടെ ചിക്കൻ ഓക്കെ ആയിട്ടോ, റെഡിയായി. ഇത്രയൊന്നും ഇതാക്കണ്ട. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഓഫ് ചെയ്യണേ. ഓക്കെ. കുറച്ച് ചില്ലി ഫ്ലേക്സ് മണമെല്ലാം വന്നായിരുന്നു. പിന്നെ എനിക്ക് ബട്ടർ ചേർത്തപ്പോൾ തൊട്ട് നല്ല മണം വരും. നല്ലൊരു കുറേ എന്തൊക്കെ ഫ്ലേവേഴ്സിൻ്റെ റോസ്മേരിയുടെ ഒക്കെ സ്മെല്ല് നല്ല. ഇതിൽ നമുക്ക് ഇച്ചിരി സോയ സോസ് ഒഴിക്കാം. സോയ സോസ്, ചില്ലി സോസ്. ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഡിഷൊക്കെ ഫെയിലിയർ ആകുമ്പോൾ അതാരെങ്കിലും ഒക്കെ കൊടുക്കാറുണ്ടോ? ഫെയിലിയർ ആയ ഒരേ ഒരു സാധനമേ ഉള്ളൂ കേട്ടോ, ബറോട്ട. അതാണ് ഫെയിലിയർ ആയത്, ബാക്കിയെല്ലാം സക്സസ് ആയിട്ടുണ്ട്. അത് ശരി. ബറോട്ട ഞാൻ നോക്കിയിട്ട് ഞാൻ ഇവിടെ ഇന്ന് മാവ് മറ്റേ എല്ലാം ആക്കി അടിക്കുക. അതിങ്ങനെ അടിക്കും, തിരിച്ചിങ്ങോട്ട് വരും, വീണ്ടും അടിക്കും, തിരിച്ചിങ്ങോട്ട് വരും. അയ്യോ, അതൊരു ട്രിക്കി സാധനമല്ലേ. നടന്നില്ല. മക്കൾ എപ്പോഴും പറയും അമ്മയുടെ ബെറോട്ടയൊക്കെ പറയുന്നത് ചെറോട്ട എന്നാണ്. അമ്മ ഉണ്ടാക്കിയത് ബെറോട്ടയല്ല ചെറോട്ടയായിരുന്നു, കളിയാക്കുക തന്നെ. ഇതിപ്പം ഈ ഹൗസിനുള്ളിലെ ഈ നമ്മൾക്ക് ഈ ജോലിയൊക്കെ ചെയ്യാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് കണ്ടന്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ, അല്ലെങ്കിൽ അത് കുറച്ച് ടഫാണ്. അപ്പൊ ഈ പണിയൊക്കെ പറയുമ്പോൾ അവിടെ മടി പിടിച്ചിരുന്നിട്ട് കണ്ടന്റിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ അവിടെ? കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള കാര്യമല്ലേ ഇത്
എനിക്ക് വേണ്ടി എന്റെ വായിന്ന് ഓരോന്ന് കെട്ടിയിട്ട് ഇല്ല കോൺട്രവേഴ്സി അങ്ങനെയുള്ളവരുണ്ട്. ഉണ്ട്. പക്ഷെ പേര് പറയില്ല. പേര് പറയണ്ട. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അത് കാണുന്നവർ വേണമെങ്കിൽ മനസ്സിലാക്കട്ടെ. റൈറ്റ്, ഓക്കെ. എല്ലാം ഓക്കെ. ചുക്കിട്ടാ മതി. കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ? അല്ല, ലിറ്ററലി അങ്ങനെ പറഞ്ഞവരുണ്ടോ അവിടെ? കുക്കിങ്ങിനൊന്നും വന്നതല്ല ഞാൻ. പക്ഷേ ഇറങ്ങുന്നതിന് 2 ദിവസം മുന്നേ അത് പറഞ്ഞായിരുന്നു. അത് ദേഷ്യം വന്നിട്ടേ ഇതൊരുമാതിരി അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുക്കിംഗ് ചെയ്യാതിരിക്കാറൊന്നുമല്ല. ഈ കുട്ടികളുടെ ഓരോ ഇത് കണ്ട് എന്താ പറയാ, കുട്ടിക്കളി കണ്ടിട്ട് തോന്നി ഇത് പറഞ്ഞത്. അതല്ലാതെ വന്നപ്പോഴേ പറഞ്ഞവരുണ്ട്. പക്ഷെ എനിക്ക് ഒരു ചിലർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ഈ കുക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മോസ്റ്റ്ലി പെണ്ണുങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നൊരു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ കാണുമ്പോഴേക്കും അൻസിബയാണ് കൂടുതലും കിച്ചണിൽ കുക്കിംഗ് ഒക്കെ ചെയ്തോണ്ടിരുന്നത് അല്ലേ? റൈറ്റ്. അതൊരു അൺഫെയർ ആയിട്ട് തോന്നി. തീർച്ചയായിട്ടും തോന്നി. അതും ഈ ഗെയിമിന്റെ ഭാഗമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. അതെ. ഇല്ലേ പിന്നെ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വെക്കണ്ടല്ലോ. പുറത്തുപോരെ ബിഗ് ബോസ്. എക്സാക്ട്ലി. എല്ലാരും കണ്ടന്റ് മാത്രം കൊടുക്കാൻ വന്നാന്ന് വിചാരിച്ചു നമ്മൾ എന്ത് ചെയ്യും 3 നേരം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അതെ, റൈറ്റ്. അപ്പൊ അത് കുറെ പേര് ഇതെന്തോ ഇതിന്റെ ഭാഗമേ അല്ലാത്ത രീതിയിൽ ചിന്തിച്ചിട്ട് മാറി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അവിടെ റേസ് ചെയ്താലും അത് അവരൊരു പ്രശ്നമാക്കും. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ സ്വഭാവമല്ലേ. അപ്പൊ ചേച്ചി കൂടുതൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പാണ്? ലൈക്ക് ഞാൻ പൊതുവെ ലൈഫിലും അങ്ങനെയാണ്. ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഈ പറഞ്ഞ കണക്ക് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷം പിന്നെ ഞാൻ അങ്ങോട്ടൊരു പൊട്ടിത്തെറിയുണ്ട്. ആ പൊട്ടിത്തെറി പക്ഷെ ആർക്കും താങ്ങാൻ പറ്റൂല. ഇതെനിക്കറിയാം ഞാൻ എന്താണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിൽ അത്രയും പിടിച്ച് കുറേയൊക്കെ നിന്നത്. പക്ഷെ പിന്നെ ഞാൻ അപ്പം ഇറങ്ങാതെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോയനെ. അങ്ങനെ നല്ല രീതിയിലുള്ള അപ്പൊ സത്യം പറഞ്ഞാൽ ഇറങ്ങിയത് നല്ല ടൈമിംഗിലാന്ന് തോന്നുന്നുണ്ട്. ചേച്ചാ ആ പൊട്ടിത്തെറി നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ അന്തരീക്ഷം വെച്ചിട്ട് 100 ദിവസം നിൽക്കായിരുന്നു. പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ അതെ. ഇപ്പൊ ഇനിയിപ്പം സപ്പോസ് ഇനി ഒരു ചാൻസ് കൂടി വരുവാണ്, ചേച്ചി ബിഗ് ബോസിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട്, അതായത് അടുത്ത സീസൺ ചേച്ചി പോവോ? ഉറപ്പായിട്ടും പോകും. കാരണം ഇപ്പൊ എനിക്ക് അറിയാം എന്താ ബിഗ് ബോസ്. തകർക്കും. പക്ഷെ ചിലരെ പോലെ സീസൺ വെറുത്തു പോയിട്ടൊന്നുമില്ല. വേണം ഇങ്ങനത്തെ ഷോ ഭയങ്കര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിലുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത് എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ 2 സൈഡും നമുക്ക് അറിയാൻ പറ്റും അല്ലെ? അങ്ങനെ എന്തെങ്കിലും ചേച്ചിക്ക് ഇത് മാറ്റണം, ഞാൻ ഈ ഒരു സംഭവം ഒന്ന് മാറ്റിയെടുക്കണം എന്ന് തോന്നി എന്തെങ്കിലും ഉണ്ടോ? അല്ല, അത് ആളുകൾ എല്ലാരോടും കുറച്ച് കൂടി മിങ്കിൾ ചെയ്യണമായിരുന്നു തോന്നി. ഓക്കെ. കണ്ടപ്പോ ഞാൻ കുറച്ച് മിങ്കിൾ കുറവായിരുന്നു. ഇപ്പം ഇതുവരെ എലിമിനേറ്റ് ആയ കണ്ടസ്റ്റൻസിൽ മൊത്തം കണ്ടസ്റ്റൻസിന് എടുത്ത് നോക്കിയാൽ ചേച്ചിയുടെ ഒരു മനസ്സിലുള്ള ഒരു ടോപ്പ് 5 ആരൊക്കെയായിരുന്നു? എനിക്ക് അൻസിബ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അൻസിബ ടോപ്പ് 5ലേക്ക് വരും. ടോപ്പ് 5ലേക്ക് വരുന്നു. ഓക്കെ. തോന്നിയായിരുന്നു. കാരണം അൻസിബ ആദ്യം മുതലേ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ നിന്ന് അവൾ അങ്ങനെ ഇങ്ങനെ മാറിയിട്ടില്ല. ക്യാരക്ടർ ഇങ്ങനെ നിന്ന് വളരെ ജെന്യൂനായി തന്നെ നിന്ന് പോയി പറയേണ്ട കാര്യങ്ങൾ വളരെ പോയിന്റായിട്ട് തന്നെ പറയുകയും അങ്ങനെ. അതാണ് അതിന്റെ ക്യാരക്ടർ. അത് എനിക്ക് തോന്നിയപ്പം നിൽക്കും എന്ന് തോന്നിയായിരുന്നു. അപ്സരയെ തോന്നിയായിരുന്നു. അപ്സര ടോപ്പ് 5 ഉണ്ടാവുന്നു. കാരണം നന്നായിട്ട് ഗെയിം കളിക്കുമായിരുന്നു അപ്സര. ജാനും അന്ന് ആ സമയത്ത് എനിക്ക് തോന്നി. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഇല്ല, ടോപ്പ് 5 വരില്ലാന്ന് തോന്നി. ആദ്യമൊക്കെ എനിക്ക് തോന്നിയായിരുന്നു, പിന്നെ തോന്നി. ഇപ്പം ആക്ച്വലി ഹൗസിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ആക്ച്വലി ടോപ്പ് 5 ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഞാനിപ്പോ എങ്ങനെ പറയുന്നത്, എല്ലാരും ഡിസേർവ്ഡ് ആണെന്ന് തോന്നുന്നില്ല. എല്ലാവരും ഡിസേർവ് തോന്നുന്നില്ല. ചേച്ചി സത്യം പറഞ്ഞാൽ ടോപ്പ് 5 വരണമെന്ന് ഒരു ഇതുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ടോപ്പ് 5 എന്നുള്ള അല്ലായിരുന്നു. ഒരു 100 ദിവസം നിൽക്കണമെന്നൊക്കെ ഉള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഒരു സൊസൈറ്റിയിലെ ഒരു വിഭാഗം ആളുകളെ റെപ്രസെൻറ്റ് ചെയ്ത് കൊണ്ട് തന്നെയാണ് ഞാൻ കയറിയത് അതിനകത്ത്. ഒരു മിഡിൽ ഏജ്ഡ് കഴിഞ്ഞാൽ സ്ത്രീകൾ ഒറ്റപ്പെട്ടു പോകുന്ന കുറേ ആൾക്കാരുണ്ട് എന്നെ പോലെ. അറിയാമല്ലോ, എൻ്റെ ലൈഫൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ 2 കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് സഫർ ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ട്. വർഷങ്ങളോളം, ഒരു 4-5 വർഷം ഞാൻ അത് അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആരുമില്ല എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഒരു രീതിയിലും. അപ്പോൾ എനിക്ക് പറയുന്നതിന് എല്ലാത്തിനും ഒരു പരിധി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, നമ്മുടെ ലൈഫ് തീർന്നു, ഇനി ഒരു കരിയർ ഇല്ല. അപ്പോൾ അവരെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ പോയത്. അവർക്കൊരു ഇൻസ്പിറേഷൻ ആവാനായിരുന്നു. കാരണം നമ്മുടെ ലൈഫ് ഒരു 40-45 വയസ്സുകൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. ഇനി നമുക്കൊരു ജീവിതമുണ്ട് എന്ന് കാണിച്ച് കൊടുക്കാൻ കൂടിയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ. ഞാൻ അതിനു വേണ്ടിയാണ് മെയിൻ
ഇതായിട്ട് ഞാൻ പോയത് ശരിക്കും. ഞാൻ എൻ്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞപ്പോൾ പോലും പബ്ലിക്കിലേക്ക് അത് പറഞ്ഞത് പോലും അതിന് വേണ്ടിയാണ്. ചെയ്യാം, ഇനിയും ചെയ്യാം. അന്ന് ക്രിട്ടിസൈസ് ചെയ്ത് ഒരുപാട് പേരുണ്ട്, ഈ 2 പെൺകുട്ടികളെ വെച്ചിട്ട് ഇവർ രണ്ടാമത് വിവാഹം കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത് സക്സസ് ആണെന്ന് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ ശരിക്കും ഇൻ്റർവ്യൂസിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും. കാരണം വേറെ അല്ലാതെ എനിക്ക് ബൂസ്റ്റ് ചെയ്യാനല്ല, ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ ആർട്ടിസ്റ്റാണെന്ന് തെളിയിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ ഈ വിവാഹം കഴിഞ്ഞപ്പോഴും ദേവേട്ടനുമായിട്ടുള്ള ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതും എടുക്കുന്നതും കുട്ടികളുമായിട്ടുള്ള ഇതൊക്കെ ഞാൻ കാണിച്ചത് ഈ കുറേ പേർക്കൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനിയും നമുക്ക് ജീവിക്കാൻ അവസരമുണ്ട്, നമ്മൾ വിചാരിക്കണം. നമ്മൾ മാത്രം വിചാരിച്ചാലേ പറ്റൂ. സൊസൈറ്റിയെ ചിന്തിച്ചിട്ടും എന്താ പറയുക, ബാക്കി നമുക്ക് ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ടിട്ടും ഒക്കെ നമ്മളുടെ ലൈഫ് കളയാനുള്ളതല്ല. ശരിക്കും ഇനി നമുക്ക് ജീവിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. പക്ഷെ 27-28 ദിവസം നിന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റ് എന്നെ സംബന്ധിച്ച്. പിന്നെ അതില്ലെങ്കിൽ കൂടിയും ആ പ്ലാറ്റ്ഫോമിൽ ചെന്നൊരു എൻട്രി ചെയ്തപ്പോൾ ലാലേട്ടൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ച് പബ്ലിക്കിനെ ഞാൻ അഭിമുഖീകരിച്ചപ്പോൾ തന്നെ ഞാൻ ജയിച്ചു. അതാണ് ഞാൻ ജയിച്ചു. അവിടെ വേറെ അങ്ങനെ കപ്പടിക്കുക എന്നുള്ള ഇതൊന്നും ആയിരുന്നില്ല. ഹാപ്പിയാണ്. അതേപോലെ മറ്റേ ഒരു ഫാഷൻ ഷോയുടെ ഒരു സാധനം തന്നു, അത് ഭയങ്കര വൈറലാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞു, ഈ പ്രാവശ്യത്തെ സീസണിൽ എത്ര വർഷം കഴിഞ്ഞാലും ഓർത്തിരിക്കുന്ന 2 കാര്യങ്ങളാണ് അതിൽ ഉള്ളത്. ഒന്ന് ചേച്ചിയുടെ ഫാഷൻ ഷോ, എൻ്റെ ഡ്രസ്സിന്റെ കളർ കൂടി പറഞ്ഞു, ഒരു യെല്ലോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അത് എത്ര വർഷം കഴിഞ്ഞാൽ ഞങ്ങളത് മറക്കില്ല. പിന്നെ ജാൻമണിയുടെ ഒരു ഡയലോഗ്, അവരത് പറഞ്ഞു, ഇത് ഞങ്ങൾ മറക്കൂല. ഈ സീസണിൽ എത്ര വർഷം കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഓർത്ത് നിൽക്കും ഞങ്ങളെന്ന്. അപ്പൊ അതൊരു ഭയങ്കര എനിക്കൊരു എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം തോന്നി ആ ഒരു വാക്ക് അവർ പറഞ്ഞത്. നമ്മളൊരു 10-20-27 ദിവസം നിന്നിട്ട് ആളുകളുടെ മനസ്സിലൊരു ഐഡന്റിറ്റി, ഒരു ചെറിയ സാധനമെങ്കിലും കൊടുക്കാൻ പറ്റുക പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ. അപ്പൊ തന്നെ ഞാൻ ജയിച്ചു കഴിഞ്ഞു. അപ്പം ആക്ച്വലി ഞാൻ ആ ഫാഷൻ ഷോ ചെയ്തത് ഞാൻ ഫാഷൻ ഷോ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരാളാണ്. FTVയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം എങ്ങനെയാണ്. ഞാനത് അവിടെ വെറുതെ അതൊരു മാനറിസം ഇട്ടതാണ്. കാരണം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഭയങ്കര ടിപ് ടോപ്പിൽ വന്നിട്ട് അവരെല്ലാം നല്ല ചെയ്യാൻ ആപ്റ്റായിട്ടാണ് അല്ലേ. അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ. അപ്പോൾ അവിടെ ഞാൻ അത്ര വലിയ എക്സ്പീരിയൻസ്ഡ് അല്ല, പക്ഷെ അറിയാം എങ്ങനെയാണ് റാമ്പ് വാക്ക് ചെയ്യേണ്ടത്, അതൊക്കെ അറിയാം. പക്ഷെ അവരിത്രയും ഭംഗിയായിട്ട് പക്കയായിട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കൂല, ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഗെയിമായിരുന്നു അത് അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത് എങ്ങനെ പുറത്താവും എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ ഞാൻ അതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അത് ഹിറ്റായി. ആദ്യമായിട്ടാണ് ഇത് റിവീൽ ചെയ്തത്. അതെ, സീരിയസ്ലി ആദ്യമായിട്ടാണ് ചെയ്ത് റിവീൽ ചെയ്തത്. ഞാനത് മനഃപൂർവ്വം ചെയ്തതെന്നുള്ളത്. അപ്പം അത് എന്തായാലും ക്ലിക്ക് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുമായിരുന്നു ഇല്ല. ആ കൂട്ടത്തിൽ ഞാൻ അല്ലാതെ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ടങ്ങ് പോയിരുന്നെങ്കിൽ ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പം ഇത് നമ്മുടെ ഈ കുക്കിംഗ് സെഗ്മെന്റ് ഇത് കഴിച്ച് നോക്കണേ, പ്ലേറ്റിലാക്കി തരും. കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു ഞാൻ. പ്ലേറ്റ് എടുക്കാം. എല്ലാരും ഒരു പീസ് കഴിക്കണം കേട്ടോ. എല്ലാവരും കൂടെ കഴിക്കണം. അതെ, നമ്മുടെ റോസ്മേരി ചിക്കൻ വിത്ത് വെജ് സാലഡ് അടിപൊളി. കാണുമ്പോ തന്നെ അയ്യോ സോറി മറന്നുപോയി, ബട്ടർ വെക്കണമായിരുന്നു. അത് ഇനി ടോപ്പ് ചെയ്താൽ മതിയോ? എന്നാലും മതി, ഉരുകി കിട്ടണമായിരുന്നു, പക്ഷെ മറന്നുപോയി. സോറി പ്രേക്ഷകരെ, സോറി പ്രേക്ഷകർ, ഞാൻ ഈ സംസാരത്തിനിടെ ബട്ടർ അല്ല സോറി ചീസ് വെക്കാൻ മറന്നുപോയി. പക്ഷെ അതില്ലെങ്കിലും കാണാൻ നല്ല, അതില്ലെങ്കിലും അടിപൊളിയാണ്. പക്ഷെ ചീസ് അതിന്റെ മോളിൽ വെച്ച് ഒന്ന് മെൽറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. എന്തായാലും ഞാൻ തൽക്കാലം ഇങ്ങനെ വെക്കാം. ഓക്കെ, നമ്മൾ അതായിട്ട് ഇനി എന്തായാലും കുറയ്ക്കാം. അതായിട്ട് ഇനി ബാക്കി ഇച്ചിരി തന്നെ ഞാൻ കഴിച്ചോളാം. ഇതാണ് നേരത്തെ പറഞ്ഞ സംഭവം അല്ലേ, ചീസ് ബട്ടർ നെയ്യൊക്കെ. അതുകൊണ്ടല്ലേ ഈ പിള്ളേർക്കൊക്കെ ചപ്പാത്തിയും ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ നെയ്യും ബട്ടറും എല്ലാം പകുതി എൻ്റെ വായിക്കാത്തുള്ളൂ. അപ്പൊ ഞാൻ ഐശ്വര്യമായിട്ട് ശ്രുതിയുടെയിലോട്ട് കൊടുക്കട്ടെ. എനിക്കിത് അങ്ങനെ കഴിക്കാൻ പറ്റും. എനിക്ക് ഈ ഫോർക്കും ഇതൊക്കെ അടുപ്പോഴാണ് പേടി. കട്ടി ചെറുതായിട്ട്. പക്ഷെ ആക്ച്വലി ലുക്സ് വെരി നൈസ്, കളർഫുൾ, ബാലൻസ്ഡ് പ്ലേറ്റ് എന്നൊക്കെ. ഇതൊക്കെ ഞാൻ വേറെ ഷോ കണ്ട് പഠിച്ചാട്ടോ. ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയാം. അതെ, ചേട്ടനെങ്ങാനും കേട്ടോ എന്നെ ഓടിക്കും. എന്താ പറഞ്ഞ ഇതങ്ങനെ കഴിക്കട്ടെ? കഴിച്ചോ, എങ്ങനെ സ്പൂണൂടെ തരാം. വെജിറ്റബിൾസ് കഴിക്കാം. ഈശ്വര, ഇത് കണ്ടിട്ട് വേറെന്തോ കുഴപ്പമല്ലേ ആണല്ലോ കാണിക്കുന്നത്. ഇതെന്തോന്നു ചൂടാ? പിന്നെ വേണ്ട വേണ്ട, കഴിച്ചിറക്കിയിട്ട് പറഞ്ഞ സമാധാനമായിട്ട് പറ. വെള്ളം വേണോ? ഈശ്വര, ഇതെന്താ സംഭവിച്ചത്? റോസ്മേരി വായിൽ കുടുങ്ങി. ഞാൻ സമാധാനം പറയേണ്ടി വരുമോ?
അതൊക്കെ എന്താണ് എൻ്റെ റോസ്മേരി ചിക്കൻ കഴിച്ചിട്ട് ലാഫിംഗ് തെറാപ്പി എങ്ങനെയാണോ സംഭവിച്ചതൊരു സംശയം. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ, എനിക്കിനി ചിക്കൻ ആണോ? ഇന്നലെ ചിക്കൻ കഴിച്ച് ചിരിക്കുന്ന ആദ്യമായിട്ട് ഒരാളെ ഞാൻ കാണുന്നത്, എനിക്കറിയാൻ പറ്റില്ല. ഒരു കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, ആക്ച്വലി അടിപൊളിയാണ് സാധനം. പ്രശ്നം വെച്ചാൽ ഒരു വലിയ പീസായി എനിക്കത് വെച്ചിട്ട് സംസാരിക്കാനും അതാ പറ്റിയത്. പക്ഷെ ഇല്ലില്ല, അത് കുഴപ്പമില്ല. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളാണ്, ബട്ട് വെരി നൈസ്. ഒരു ഹെൽത്തി ഫീലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ കഴിക്കുമ്പോൾ. ചുമ്മാ തള്ളുക. ഞാൻ ഒരു പീസ് വേണ്ട, ഇത് ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കാം. അതെ, അയ്യോ എങ്ങനെയുണ്ട്? സത്യസന്ധമായി അടിപൊളിയായിട്ടുള്ളത്. ഇത് ഞാൻ എന്റെ ടീം എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എല്ലാവരുടെ അഭിപ്രായം നമുക്ക് റെക്കോർഡ് ചെയ്യാം. എങ്ങനെയുണ്ട്? പക്ഷേ ഈ ചീസ് നമ്മൾ അടുപ്പി ലാസ്റ്റ് ഓഫ് ചെയ്യുന്ന വെക്കുമ്പോൾ ഒന്ന് മെൽറ്റ് ആവും അല്ലേ? പക്ഷെ നല്ലൊരു അതിലായിട്ട് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ഇറങ്ങുമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു കുക്കായിട്ടുണ്ട്. റോസ്മേരിയുടെ ടേസ്റ്റ് ഉണ്ട്. സക്സസ്. അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ചേച്ചിയുടെ ഇനി ബാക്കി കുറച്ച് വിശേഷങ്ങൾ നമ്മൾ കാണുന്നതായിരിക്കും. ഓക്കെ ബൈ.